സൂപ്പർ നമ്പർ 1 അത്രേ ഉള്ളൂ അതികൂടെ ഇന്നത്തെ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ് നാളെ പറഞ്ഞാൽ നീ സിറ്റിയിൽ ഡെയിലി ഇല്ലെങ്കിൽ നിന്നെ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ആക്കും കേട്ടോ. ഇന്നലെ തൊട്ട് ഡെയിലി ഉണ്ട്. ഇതിപ്പോ നിന്നെ എന്താ പറയാ, നിന്നെ വാടകയ്ക്ക് വേണ്ടിട്ട് വാടകയ്ക്കുള്ളവരൊക്കെ പോലെയാണ് നീ വരുന്നത്. പിന്നെ അങ്ങനെയാണെങ്കിൽ കൊടുക്കണ പൈസ മുതലാവണ്ടേ, ഒന്ന് കുനിഞ്ഞിരുന്നേ. ഹലോ എന്തോടാ ഓക്സിയുടെ ബർത്ത്ഡേ ചെറിയൊരു പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. വിളിക്കാം, നമുക്ക് അങ്ങോട്ട് പോവാം. വിളിക്കാം. അപ്പൊ ഞാൻ കാര്യം ചെയ്യട്ടെ, മറ്റേ അവന്മാരാ അത് കൊടുക്കണം. ഇവിടെ 12:30 വരെയല്ലേ ടൈം? അങ്ങനെയൊക്കെ ഉണ്ടോ? 12:30 വരെ പറ്റുള്ളൂ ഇവിടെ സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. സമയത്തേക്ക് പോവാം. TMG അല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ല ബാക്കിയുള്ളവരാ പപ്പടം അല്ലാതെ ഇനി ഉണ്ടല്ലോ ആൾക്കാര്. ഫ്ലഫിയും പിന്നെ ഉണ്ടല്ലേ 17 പേരുണ്ടായിരുന്നല്ലേ. ജോഷിയൊക്കെ ഉണ്ട്. ആറാ പിന്നെ ഒരാളാ ഇല്ലാത്തത്? ഫ്ലഫിയും പപ്പടം പിന്നെ ഒരാളാരായിരുന്നു? സ്റ്റീവ് അല്ലടാ, 17 പേര് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. ഈ വണ്ടി എടുത്തൂടാ. കണ്ടോടത്തോട്ട് വരുന്നത് പപ്പടം വരുന്നുണ്ട്. ഇവിടെ ഒന്ന് ചെറുതായിട്ട് പോയെന്നുണ്ട്. ഫ്ലൈറ്റ് നീ അവിടെ കൊണ്ടുപോയി സേവ് ചെയ്താ മതി. കൊണ്ടുപോയി എടാ അപ്പൊ പിന്നെ അവിടെ നീ എന്തിന് പിന്നെ തുഴഞ്ഞു വരുവോ? ഞാനൊരു ഐഡിയ പറയാം. ഇപ്പൊ പറയണത് 3 റീലോഡിൽ വണ്ടി പൊട്ടണില്ലാന്നല്ലേ. ഒരു വണ്ടി എത്ര റീലോഡ് പൊട്ടും നോക്കുക, എന്നിട്ട് അതിൽ 3 റീലോഡ് ബാക്കി വെച്ച് ഡാമേജ് വെച്ചിട്ട് ആ വണ്ടി യൂസ് ചെയ്താ പോരെ. എനിക്ക് മനസ്സിലായില്ല. ഒരു വണ്ടി നമ്മുടെ വണ്ടി 6 റീലോഡ് വേണ്ടി വരും. 3 റീലോഡ് അടിച്ചു വെക്കില്ല വണ്ടി. നിക്കിന്റെ കറണ്ട് പോയെന്ന് തോന്നുന്നു കേട്ടാ. അല്ലേ എവിടെ അവരെ വിളി, TMG കാണണം പറ. എവിടെ പോയി കാണാം. അല്ല വേറെ വിളി ചാരി കയറി. എവിടെ TMG എവിടെ വരും, ലൊക്കേഷൻ വരും, പോയി കാണാം. ഒന്നിന് അപ്പി അടക്കേണ്ട പക്ഷെ ഒന്ന് പറക്കാൻ പോണില്ലേ സ്വാര്. എടാ എല്ലാരും നോർമൽ വണ്ടി എടുത്തിട്ടോ. എടുത്തു തരുമോ? നമ്മുടെ വണ്ടിയില്ല. എനിക്കൊരു 10 മിനിറ്റ് തന്നെ കേക്കുണ്ട്. എനിക്ക് ആരുടെങ്കിലും സൗണ്ട് കേട്ടു കേട്ടോ. നിങ്ങളുടെ ഉലാനെ കേക്കാവോ? സ്പീഡ് ഹലോ എടാ ഞാനൊരു കാര്യം, ഈ തുമ്പി എടുത്തോണ്ട് വരല്ലേ സിറ്റുവേഷനെ പോകുന്നത്. അഥവാ സിറ്റുവേഷൻ ആയാൽ നമുക്ക് വണ്ടി വേണം, നോർമൽ വണ്ടി വേണം. വണ്ടി മാറ്റിയിട്ട് മറ്റേ വണ്ടി എടുത്തിട്ട് അയ്യ ഗോഡ് കുണ്ണ എടാ ഗോഡെ കുണ്ണ നിന്റെ വാലി പഴോ 50 വട്ടം ചോദിച്ചാ ന്യൂ സബ്സ്ക്രൈബർ മിസ്റ്റർ സെഡ് ബ്രോ. എടാ ഇവന്മാര് ഓൾറെഡി സിറ്റുവേഷൻ എന്തരായി എന്നിട്ട് മനസ്സിലായി. ഇവന്മാര് വീട്ടിൽ കയറി ഇരിക്കുന്നതാണ് പറയുന്നത്. അവന്മാരെ നേരെ ക്യാമ്പസിന്റെ ഫ്രണ്ടിൽ പോയി 5023. ഇവര് TG ആയിട്ട് എന്തൊരു സിറ്റുവേഷൻ നടക്കാണ്, അത് കഴിഞ്ഞില്ല കേട്ടാ. മറ്റേ ഒരുമാതിരി ഇതാക്കിയാ ചെയ്യണം. വേറെ സിറ്റുവേഷൻ അവരെ കളിയാക്കിക്കൊണ്ടിരിക്കണം നമ്മളെ. എന്തൊക്കെ നടക്കുന്നത് ഇതിന്റെ സംസാരമൊക്കെ. ഒന്നുമില്ല. വണ്ടിക്ക് ചെറുതായിട്ടൊന്ന് ഫയർ ചെയ്താണ്. അങ്ങോട്ടോ നീ അങ്ങോട്ടോ എന്തൊരു പറഞ്ഞു എന്തൊരു സംസാരം. എടാ ഞാൻ പറയട്ടെ, കേക്കാൻ പോലും പറ്റിയില്ല. പിന്നെ എന്തിനു ഇത്ര വന്ന നമ്മള്? ഇല്ല അണ്ണാ, അത് ഉമ്മാരുടെ അടുത്ത് ചോദിച്ചപ്പോഴേക്കും ഉമ്മാര് സോറി പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും?
വണ്ടി വെടിവെച്ചപ്പോ തന്നെ ഞാൻ സ്പോട്ടിൽ ചോദിക്കുമായിരുന്നു. എടാ വണ്ടി വെടിവെച്ചല്ല, ഇന്നലത്തെ കേസാണ് ചോദിക്കാൻ അവന്മാരിപ്പോ വന്നത്. ഓൾറെഡി ടീം ആയിട്ട് സിറ്റുവേഷൻ അല്ല, ഓക്കെ ആയിട്ട് ഇന്നത്തെ കേസ് ചോദിച്ചാ ഞങ്ങള്. അണ്ണ അതൊന്നും ചോദിച്ചില്ല അണ്ണ. ഞാൻ പറഞ്ഞില്ലേ അവര് നീ വെടിവെക്കുന്ന അങ്ങോട്ട് ചെല്ല്, നീ അങ്ങോട്ട് ചെല്ല്, അങ്ങോട്ട് ചെല്ല്, അങ്ങോട്ട് ചെല്ല്. നീ അങ്ങോട്ട് ചെല്ല്. നിർത്ത് വെയിറ്റ്. ഹലോ ഓക്കെ നമ്മള് സിറ്റുവേഷൻ എടുക്കാൻ വന്നല്ല, നമ്മൾ സംസാരിക്കാൻ വന്ന ദിവസം. എങ്ങോട്ടാ വരണ്ടേ? ഇന്നലത്തെ സീൻ എന്തായിരുന്നു ഒന്ന് സംസാരിക്കുന്ന ദിവസം ഒന്നും, അല്ലാതെ അടിയുണ്ടാക്കാൻ വന്നല്ല. ഹലോ ബാക്കിലേറെ മാറാം, ബാക്കിലേറെ ബാക്കോ എല്ലാം ബാക്കോ. കേൾക്കുന്നുണ്ടോ? ഹലോ ആരാണ് ലീഡർ? ആരാണ് ഇതില്? ഞാൻ ഇവിടെ തന്നെ പറഞ്ഞു. ഇന്നലെ എടാ നമ്മളെ കൂട്ടത്തില് ഇന്നലെ സിറ്റുവേഷൻ എന്താ സംസാരം ആരാണെന്ന് വന്നാണ്? ഓക്സി ഒന്ന് വന്നാണ്. ഓക്സി ഒന്ന് എന്നിട്ട് കറക്റ്റ് സിറ്റുവേഷൻ ഒന്ന് പറ. ഓക്സി ഇവിടെ ഇല്ലേ? നമ്മളിവിടെ ഇല്ലേ? ഹലോ എടാ റെഡി ഇല്ലേ? ഓക്സി അല്ല അതായത് TGL-ലുള്ള ആരെയാണെന്ന്. ജോസൂട്ടി വന്നില്ല, അതിനാണല്ലോ എന്തിനാ ചാറ്റ് ഇട്ട അതിനെന്തിനാണെന്ന്. സ്പീഡ് എൻജോയ് എൻജാമി പന്നിക്കുട്ടി അതാണ് പറഞ്ഞത്. നമ്മുടെ കൂട്ടത്തിലാരും നിങ്ങളുടെ ഗുണക്കാൻ ചാൻസ് ഇല്ലല്ലോ. അല്ല നമ്മള് അതാണ് ബ്രോ. അല്ല എനിക്ക് അറിയത്തില്ല എന്തിനാണ് സംഭവം. അല്ല ഞാൻ ഇല്ല ബ്രോ, അത് രണ്ട് സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു ബ്രോ. ഓക്സി മറ്റേ ഷെഡിയുടെ പടം ഇട്ടപ്പോഴാണ് യുവമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട്. അത് വിട്, നമുക്കിപ്പോ കൊണയായിട്ടൊന്നും അല്ല ബ്രോ, കണ്ണായിട്ട് എടുത്താൽ നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ വേറെ സിറ്റുവേഷൻ നമ്മൾ ടീച്ചർ ഇല്ല ഞാൻ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ സംഭവം മറ്റേ എംജിയുടെ ലൊക്കേഷൻ പറയുവോ? എംജിയുടെ അത് നമ്മുടെ കൂട്ടത്തിൽ ചായ വേണം, അങ്ങനെ ചെറിയൊരു കൊണയായത് അവിടെ. അത്രേ ഉള്ളൂ. നമുക്ക് വേറെ സിറ്റുവേഷൻ ഇല്ല. നമുക്ക് നിങ്ങളായിട്ട് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല. ഇതുവരെ സിറ്റുവേഷൻ ഇല്ല. സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ രീതിക്ക് തന്നെ മുന്നോട്ട് വരണം. പക്ഷെ ഇപ്പൊ അങ്ങനെ ഓക്കെ നമുക്ക് ഓൾറെഡി TG ആയിട്ട് ഓൺഗോയിങ് സിറ്റുവേഷൻ ആണ്. ഇവര് ഇന്നലത്തെ സിറ്റുവേഷൻ തമാശ ആയിട്ടുള്ള രീതിയിലുള്ള ടോക്കാണ്, അല്ല വേറെ ഒന്നും ഇല്ലെന്നാണല്ലോ പറയുന്നത്. ഹലോ ഇവിടെ ഏത് സ്റ്റൈൽസ്? മറ്റേ പഴയ സ്റ്റൈൽസ് എന്തിനാണ് എന്താ കൊണച്ചെന്തുവാ? അമ്മര് പറയുന്നത് സിറ്റുവേഷൻ എടുക്കാനുള്ളതൊന്നും അതിന്റെ അകത്തില്ല. നമ്മൾ ആ രീതി അവര് പറയണെന്ന് വെച്ചാൽ വണ്ടി പറ. അവര് പറയണ ഇന്നലെ പിറ്റിയതൊക്കെ എടുത്തിട്ട് സ്റ്റോറിയൊക്കെ പറഞ്ഞത് അവർക്ക് ഇങ്ങനെ സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല നമ്മളായിട്ടെന്നൊക്കെ പറയണം. നമ്മൾ എന്തിനു പോയി എടുക്കണം? ചോദിക്കാൻ പോയി നമ്മൾ ചോദിച്ചോ. അവർക്ക് ഇന്നലെ നമ്മൾ ആളില്ലാത്തോണ്ടാണ് അടി ആവാത്തത്. ഇന്നലെ വന്ന് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കൊണ രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നിന്നത്. ഇന്നലെ വണ്ടി വന്നിട്ട് ഫിറ്റിംഗ് ഉണ്ടായിരുന്നു, വണ്ടിയുടെ പുറത്ത് ഫിറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ 15 പേരില്ലാത്തോണ്ടാണ് ഇന്നലെ നമ്മളെ കൂടെ ഉള്ള എല്ലാരും തിരിച്ച് വണ്ടിയിലേക്ക് കേറിയാ. നീ വണ്ടി എടുത്ത് നേരെ വിട്ടല്ലേ? എടാ എല്ലായിടവും കേറിയായിരുന്നു അവിടെ വണ്ടിയിലോട്ട്. അവിടെന്ന് 15 പേരുണ്ട്. നമ്മള് 2 പേരേ ഉള്ളു. ഇങ്ങനെയൊക്കെയല്ലേ, അതാണ് 15. എടാ പപ്പടെ നീ പപ്പടെ തിരിച്ചു വേണം. തിരിച്ചോ അവിടെ വീട്ടിൽ നമ്മളെ മറ്റേ സിറ്റുവേഷൻ. എടാ ഈ സ്റ്റൈൽ ഷോപ്പ് എന്ന് പറഞ്ഞത് ഏത്? മറ്റേ വെള്ളി സ്റ്റൈൽ ഷോപ്പ് അവ ഇതില്ലാത്തോണ്ടാ? അറിഞ്ഞൂടാ എന്തോന്നു പറഞ്ഞ സ്റ്റൈൽ ഷോപ്പിൽ നിന്നാണ് അവന്റെ പേര് പറഞ്ഞു. അവനാണോ ഇനി വേറെ സ്റ്റൈൽ ഷോപ്പിലാണോ ശബ്ദമൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. സ്റ്റൈൽ ഷോപ്പിൽ ആണെങ്കിൽ വെള്ളം എടുക്കാവുന്നവനായിരിക്കും. പക്ഷെ വെള്ളം എടുപ്പുണ്ട് ഉണ്ടല്ലോ സ്റ്റൈൽ ഷോപ്പ്. അതൊക്കെ ഒരു
അറിയത്തില്ല. ഇത് ഞാൻ കണ്ടതാണ്. വള്ളി മനഃപൂർവ്വം പിടിക്കാൻ വേണ്ടി വന്നതാണ്. അവൻ മനപ്പുറം ഉള്ള പിടിക്കാൻ വന്നതാണ്. മനഃപൂർവ്വം അവരുടെ സംസാരിച്ചിട്ടായിരുന്നു. നീ അതിന് പറയുന്ന മുമ്പേ വിട്ട് ഓടാതെ വണ്ടി എടുത്തോണ്ട് പോയായിരുന്നു. ആര് ഞാനാ? അവര് വേറെ താല്പര്യം ഇല്ലാതെ പറഞ്ഞത് നീ പോയി. അത് സിറ്റുവേഷൻ സംസാരിക്കാൻ പോലും പറ്റിയില്ല. ഇല്ല, അതിപ്പോ കറക്റ്റാ പറയണെങ്കിൽ ഇവൻ തന്നെ പറഞ്ഞത്. അതാ പറഞ്ഞു സംഭവിച്ചത്. താല്പര്യം ഇല്ല എന്നുള്ളത് ഓക്കേടാ രായ. അമ്മക്ക് താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ അവര് ആദ്യമേ അവർക്ക് സിറ്റുവേഷൻ എടുക്കാതെ നിന്നാ തീരുന്നല്ലടാ. അപ്പൊ അത് സംസാരിച്ചിട്ട് അമ്മര് സ്റ്റിൽ എന്തിനാണ് അവൻ പറഞ്ഞതിന്റെ ഭാഗത്ത് ഞാൻ ഇവിടെ ഒരു വണ്ടിയില്ലേ പറഞ്ഞത്. വണ്ടി വിളിച്ചു തിരിച്ചു ഇവിടെ നമ്മളെ വീട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പോണത് കഴപ്പല്ലേ രാ ഇതൊക്കെ. ഇങ്ങനെ പറയുകയാണ്. അല്ലണ്ണ വീട് കണ്ടുപിടിക്കുന്നുണ്ട്. എനിക്ക് വീട് അറിഞ്ഞൂടെ പോയപ്പോ. അല്ലണ്ട ഇത് കൊറേ ഏത് വഴി പിടിയിട്ടല്ലേ. എടാ നേരെ പോ എന്നിട്ട് ലെഫ്റ്റ് പോ എന്നിട്ട് റൈറ്റ് പോ. നീ വഴിയല്ലേ? എടുക്കാൻ പോയായിരുന്നു. ഞാൻ വിപ്സിനോട് പറഞ്ഞിട്ട് അവന്മാരെ സംസാരിക്കാനായിട്ട് വിളിച്ചിട്ട് അവന്മാര് പറഞ്ഞ തമാശക്കുള്ള സംസാരമായിരുന്നു, അല്ലാതെ അതത്ര തമാശയുള്ള സംസാരമായിരുന്നില്ല അണ്ണ. പിന്നെ ഒരു സിറ്റുവേഷനുള്ള സംസാരം ഉണ്ടായില്ല. എന്നാ പിന്നെ കൊണച്ചിട്ട് പോയി അവൻ. പിന്നെ അല്ല ഇപ്പൊ സംസാരിച്ച അവന്മാര് പറഞ്ഞത് തമാശ കൊണച്ചില്ല. പക്ഷെ തിരിച്ചു കയറി കൊണച്ചിരുന്നെങ്കിൽ അതൊരു സിറ്റുവേഷൻ ആയത്. ഇന്നലെ പിന്നെ അതെങ്കിൽ നമ്മള് ഗ്യാങ് ഹോസ്റ്റില് നമ്മളവിടെ നിന്നപ്പോഴേ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മള് നേരെ മുതുക്കി വന്നപ്പോ അവന്മാര് കുറെ വണ്ടിയൊക്കെ എടുത്തിട്ട് പിന്നെ അതേപോലെ സ്പീഡിനോടും എന്തോ കൊണച്ചെന്ന് പറഞ്ഞിട്ട് സീലാണ്. പിന്നെ എടുക്കാം അമ്മരെ പിന്നെ എടുക്കാം. എന്തിനാ പറഞ്ഞ അണ്ണാ ഞാൻ ഇവിടുന്ന് ഒരു വണ്ടി എടുത്തോണ്ട് പോയി. അപ്പൊ എന്റെ വണ്ടിയല്ല, ഞാൻ ലോക്ക് ചെയ്തില്ല. ഞാൻ ഇറങ്ങാൻ നേരത്ത് വണ്ടി അവന്മാര് കേറിയിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഇത് എന്റെ വണ്ടിയാ ഇറങ്ങാൻ പറഞ്ഞു. ഇപ്പൊ അപ്പോഴത്തേക്ക് ഇവന്മാര് വാർത്തയായിട്ട് കൊണയായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് ഇവൻ ഒരുത്തൻ മറ്റേ മൈക്കും കയറ്റി വെച്ചു മുട്ടൻ സംസാരം. ഞാൻ പറഞ്ഞു ബ്രോ പയ്യെ സംസാരിക്കുക, എന്റെ ടോൺ ഇങ്ങനെയാ രീതിയിലുള്ള സംസാരം. അത് കഴിഞ്ഞാൽ അവനോട്ട് പിന്നെ എം ജിയിലും കൊണയായി. ഞാൻ അറിയില്ലണ്ണ, ഞാൻ 2 ഇടിയൊക്കെ അറിയില്ല. ഒരു വള്ളി അവന് പിന്നെ പണ്ടേ ഒരു വള്ളിയാണല്ലോ സ്റ്റൈൽ സോപ്പി എന്ന് പറഞ്ഞാൽ. ഏത് ഗ്യാങ്ങിലുണ്ടെങ്കിലും വള്ളിയാണല്ലോ. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഉണ്ടാകും. നമുക്ക് അവന്മാർ ഇനി ഒരു വട്ടം കൂടി വരാണെങ്കിൽ നമുക്ക് ഇതാക്കണം. മറ്റവൻ ഓക്കെ, പിന്നെ അവൻ ഓക്കെ പയ്യെ സംസാരിച്ചു. പിന്നെ എം ജി വെച്ച് രാണനൊക്കെ വന്നപ്പോളെ ഞാൻ പറയണേലേ ഇനി ഒരു വട്ടം അവര് വരാണെങ്കിൽ പിടിച്ചടിച്ചു, മനസ്സിലായോ? ഇനി ഒരു വട്ടം അവരാണെങ്കിൽ പിടിച്ചു. ഇതിപ്പോ അവരായിട്ട് പറഞ്ഞ് സിറ്റുവേഷനായിട്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളായിട്ട് പിന്നെ അടിച്ച് വെറുതെ അല്ല, വെറും തറലെവലാവണ്ട. എല്ലാവർക്കും സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി എടുക്കുമല്ലോ. ഇനി ഒരു വട്ടം വരാണേലേ നമുക്ക് അടിക്കാം. ഞാൻ പറഞ്ഞ പിന്നെ വേണ്ട അവർക്കില്ലെങ്കിൽ വേണ്ട. അല്ല ഇവന്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാന്ന് വെച്ചിട്ടാണോ നിന്റെ പറയടാ? എനിക്ക് അറിയത്തില്ല സിറ്റുവേഷൻ ഇവനല്ലേ അറിയാൻ. അല്ല എന്നാ ഇവൻ തന്നെ പറഞ്ഞു സിറ്റുവേഷൻ ഉള്ളതും ഇല്ല, അവന്മാര് വന്ന് കോണയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ വണ്ടിയൊക്കെ അതാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? മനസ്സിലായോ? സിറ്റുവേഷൻ നമ്മള് വിട്ടേട്ടാ. അപ്പൊ ഇനി ആരേലും ഇനി TMG ആയിട്ട് വന്ന് നമ്മളടുത്ത് ഇനി വന്ന് കയറുകയാണെങ്കിൽ അന്നേരം മനസ്സിലായില്ലേ, അന്നേരം പിന്നെ സംസാരിച്ച് താന്നു കൊടുക്കാനൊന്നും നിൽക്കണ്ട, മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലായി സോളിൽ എന്നുള്ള രീതിക്കണ്ട, മനസ്സിലായ? ഇപ്പം അവരായിട്ട് മര്യാദയ്ക്ക് സംസാരിച്ച് കോണയാണെങ്കിൽ നമ്മൾ ഇനി അടിക്കുമെന്നുള്ള രീതി തന്നെ മതി. നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. എന്ന് വെച്ചാൽ നമ്മളായിട്ട് വെളി എടുക്കണമെന്നല്ല പറഞ്ഞാൽ അവരായിട്ട് ഇനി ഒന്ന് മനസ്സിലായി ഒരു വട്ടോടി ചോറിയുന്ന രീതിയിൽ റോങ് ആയിട്ട് സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. ഓക്കെ.